മാർട്ടി സുപ്രീം എന്നുള്ള പടം ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുണ്ട്. ഞാനത് തിയേറ്ററിൽ നിന്ന് കണ്ടില്ല. എനിക്ക് അവിടെ മിസ്സായി. തിയേറ്ററിൽ നിന്ന് കാണണമായിരുന്നു. നല്ല ക്ലാസ് പടം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല വർക്കായി. ഈ പടം അറൗണ്ട് ഒരു 9 നോമിനേഷൻ എന്തോ ഇപ്പോഴത്തെ ഓസ്കാറിന് പോയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ബെസ്റ്റ് പിക്ചർ ആൻഡ് ബെസ്റ്റ് ആക്ടിംഗ് എന്നുള്ള നോമിനേഷന് ഒരു പ്രോപ്പർ കോമ്പറ്റീറ്ററാണ് ടിമോത്തി ഷാലമേ എന്ന് പറയും. ഈ പടത്തിലൂടെ അമ്മാര് കിടിലം പെർഫോമൻസ് മൂപ്പര് ഈ പടത്തിൽ ചെയ്തിട്ടുണ്ട്. വേറെ ലെവൽ പെർഫോമൻസ്. മൂപ്പരുടെ കരിയറിൽ തന്നെ ഏറ്റവും അടിപൊളിയായ സാധനം എന്ന് പറയും. ഇപ്പോൾ ഡ്യൂണും ഇതൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഒരു പടം എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇതിൽ മൂപ്പരാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഈ സിനിമ എന്നെ കുറേ കാര്യങ്ങൾ സർപ്രൈസ് ചെയ്യിപ്പിച്ചു. കാരണം ഈ സിനിമ ഞാൻ നോർമൽ ഒരു സ്പോർട്സ് ഡ്രാമ ബയോപിക് എന്നുള്ള രീതിയിലാണ് ഈ സിനിമ കണ്ട് തുടങ്ങിയത്. പക്ഷെ അങ്ങനെയല്ല. ഈ സിനിമ നമ്മൾ എന്താണെന്ന് കുറച്ച് കഴിഞ്ഞാൽ സിനിമ തന്നെ നമ്മൾ പഠിപ്പിക്കും. ഇതല്ല, നിങ്ങൾ ഉദ്ദേശിച്ച സാധനമല്ല. നിങ്ങൾ സ്ഥിരം കാണുന്ന ഒരു ടിപ്പിക്കൽ ക്ലീഷേഡ് ആയിട്ടുള്ള നിങ്ങൾ ഉദ്ദേശിച്ച ഫോർമാറ്റിൽ പോകുന്ന ഒരു പടയല്ല അത്. ഇതൊരു സ്പോർട്സ് മൂവി എന്നതിലുപരി ഒരു ക്യാരക്ടർ പെർസ്പെക്റ്റീവും ക്യാരക്ടർ ആർക്കും ഒരു 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 ജേണിയാണ്. ആൻഡ് ഇതിൽ കുറേ കാര്യങ്ങളിൽ ആ ഒരു ക്യാരക്ടറിനോട് ഇപ്പോൾ ബയോപിക് എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ്ലി റിയൽ ലൈഫ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ എടുത്ത് ചെയ്യല്ല. ഫിക്ഷണലായിട്ടുള്ള കുറേ സാധനങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ സിനിമയിൽ ഈ ഒരു ക്യാരക്ടർ, ഈ ഒരു മാർട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഈ ടേബിൾ ടെന്നീസിനോട് ഭയങ്കര അധികം ഭ്രാന്താണ്. അപ്പോൾ ആള് ഒരു അണ്ടർഡോഗായിട്ട് കുറേ മാച്ചസ് ഒക്കെ കളിച്ച് ജയിച്ച് ഇൻ്റർനാഷണൽ ടൂർണമെൻ്റൊക്കെ എടുത്ത് ഈ ഒളിമ്പിക്സൊക്കെ പങ്കെടുക്കുന്ന ആ സെറ്റപ്പ് അല്ല ഈ ഒരു പടത്തിൽ. അത് വിചാരിച്ചിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മുടെ പേഴ്സ്പെക്റ്റീവിന് തന്നെ ഈ ഒരു പടം മുഴുവനായിട്ട് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ആളുടെ ഒരു ലൈഫാണ്. ഇപ്പോൾ ലൈഫ് ഓഫ് മാർട്ടി എന്ന് വേണമെങ്കിൽ ഈ ഒരു പടത്തിന് പേരിടായിരുന്നു. ആ രീതിക്ക് മാർട്ടി എന്നൊരു ക്യാരക്ടറിൻ്റെ ഒരു ലൈഫ് സ്റ്റോറിയാണ്, ലൈഫ് ജേണിയാണ് മുഴുവനായിട്ട് നമുക്ക് കാണിച്ചു തരാം. അതിൽ ഈ ടേബിൾ ടെന്നീസിന് വലിയൊരു പങ്കുണ്ട്. അതെന്താണെന്നുള്ളതായിരിക്കും ഈ സിനിമ നമുക്ക് കാണിച്ചു തരാം. ആൻഡ് ഈ സിനിമയിൽ ഈ ക്യാരക്ടർ ഒരു ഒരു ഭയങ്കര എന്താ പറയുക, പ്ലീസിങ് ആയിട്ടുള്ള ഒരു ഹീറോ സെൻട്രിക് ആയിട്ടുള്ള, നമ്മളിപ്പോൾ ഒരു മാസ് ഹീറോ സാധനം അങ്ങനത്തെ ഒരു സംഭവമല്ല. ഭയങ്കര ഒരു ഗ്രേ ഷെയ്ഡുള്ള ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആളുടെ ഒരു മോട്ടീവിന് വേണ്ടി അല്ലെങ്കിൽ ആൾ ഉദ്ദേശിച്ച കാര്യം നടക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്നൊരു ക്യാരക്ടറാണ്. ഈ സിനിമ തുടങ്ങുന്ന തന്നെ ഇതിൻ്റെ ടൈറ്റിൽ ക്രെഡിറ്റിൽ തന്നെ ഒരു സ്പേം പോകുന്നൊരു സാധനമാണ് ഈ സിനിമയിൽ കാണിച്ചു തരിക. അവിടെ മുതലേ ഞാൻ പറഞ്ഞില്ലേ, ക്രെഡിറ്റ്സ് മുതലേ ഈ സിനിമ യൂണീക്കായിട്ട് നിൽക്കുന്നുണ്ട്, എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ഒരു സ്പോർട്സ് ഡ്രാമയിൽ നമ്മൾ കാണുന്ന സാധനങ്ങളല്ല എന്നുള്ളത് സിനിമയുടെ ക്രെഡിറ്റ്സ് മുതലേ നമുക്ക് കാണിച്ചു തരും. പിന്നെ അങ്ങോട്ട് ഈ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ, ഇപ്പോൾ ഈ ക്യാരക്ടർ കൂടെയുള്ള ആൾക്കാരെ തന്നെ ചിലപ്പോൾ ഊക്കി വിടും, അല്ലെങ്കിൽ അവരെ തന്നെ പറ്റിക്കും. ആൾ കാരണം പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു സ്ത്രീയുണ്ട്, അവരെ കണ്ടുമുട്ടിയിട്ട് ഒരു പക്ഷേ പഴയ ഗേൾ ഫ്രണ്ടാണ്. അങ്ങനത്തെ അഫക്ഷനോ കാര്യങ്ങളൊന്നുമില്ല. മൂപ്പരുടെ മോട്ടീവ് എന്താണോ അത് മാത്രം നടക്കാം. അങ്ങനെ ആ ഒരു ക്യാരക്ടറിനെ എങ്ങനെ വെള്ള പൂശാൻ ഇവർ നോക്കിയിട്ടില്ല. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം നമുക്ക് തന്നെ തോന്നിപ്പോയി യന്ത്രം കാണിക്കരുതെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോയില്ല. ആ രീതിയിലുള്ള ഒരു ക്യാരക്ടർ റിയൽ ലൈഫിൽ പക്ഷേ കൂടുതലായിട്ടും ഇങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് ഉള്ളത്. നമ്മളിപ്പോൾ സിനിമയിൽ കാണുന്ന ഇപ്പോൾ ഹീറോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം എന്ന് പറയുന്ന ആ ഒരു ഐക്കോണിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മാറ്റി ആ ഒരു ക്ലീഷ്യേഴ്സിനെയൊക്കെ പൊളിച്ചിട്ടാണ് ഈ സിനിമ മുഴുവനായിട്ട് കൊണ്ടുപോകുന്നത്. ആൻഡ് ഇതിൽ ആ ഒരു ക്യാരക്ടർ മാത്രമല്ല, ഇതിൻ്റെ ടോട്ടൽ റൈറ്റിങ്ങും കുറച്ച് സ്ലോ പേസിലാണ് പടം പോകുന്നതെങ്കിൽ ഭയങ്കര പറക്കണ സാധനങ്ങളൊന്നുമില്ല. ഒരു മിഡിൽ പോർഷനൊക്കെ ഒരു സമയത്ത് കുറച്ചൊന്നും ദിവസം പടം ഒന്ന് സ്ലോ ആവും. പക്ഷേ തുടക്കം അവസാനം ഗംഭീരമായിട്ട് കൊണ്ട് ഇവർക്ക് നിർത്താനും തുടങ്ങാനും പറ്റിയിട്ടുണ്ട്. ഒരു പട്ടിയുടെ ഒരു സീനുണ്ട്. ഒരു 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 ക്യാരക്ടറായിട്ട് തന്നെ ആ ഒരു ഡോഗ് കയറി വരും. ഒരു ബന്ധം ഉണ്ടാവില്ല പടത്തിൽ, പക്ഷേ അതുമായിട്ടും പടത്തിൽ കുറേ ബന്ധങ്ങൾ, എനിക്ക് ആ സീക്വൻസുകളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. എങ്ങനെയാണ് ഈ സിനിമയിലും ഈ ക്യാരക്ടറിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ. പിന്നെ ജപ്പാനുമായിട്ട് ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഒരു മെയിൻ വില്ലൻ എന്ന് പറയാനൊന്നുമില്ല, ഒരു മെയിൻ ഒപ്പോണൻ്റായിട്ട് മൂപ്പർക്ക് വരുന്നത് ജപ്പാനിലുള്ളൊരു ഒരു അണ്ടർഡോഗ് ക്യാരക്ടറാണ്. ഒരു ചെവി പോലും കേൾക്കാത്ത ഒരാളാണ് ടേബിൾ ടെന്നീസ് കളിക്കാൻ വരുന്നത്. സോ ആളുമായിട്ടുള്ള റൈവൽറി, ആ ഒരു ഗിൽട്ടും കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ മുഴുവനായിട്ട് കൊണ്ടുപോകുന്നത്. ആൻഡ് ഒരുപാട് സൈഡ് ക്യാരക്ടേഴ്സ് ഉണ്ട്, വെറുതെ വന്നു പോകുന്നതല്ല. ഈ ഒരു മാർട്ടിയുടെ ലൈഫിൽ ഒരുപാട് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ്. സോ അവരെങ്ങനെയാണ് ഈ ഒരു കഥയോട് സ്റ്റിച്ച് ചെയ്ത് നിൽക്കുന്നത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നീറ്റായിട്ട് അവർക്ക് പറഞ്ഞു പോകാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് ആ ഒരു ടൈം പീരീഡും നല്ല രസമാണ്. ആ ഒരു ഏർലി 80s അല്ലെങ്കിൽ 50s ആ ഒരു ടൈം പീരീഡും ദെൻ ഈ പറയുന്ന അതിൻ്റെ സിനിമാറ്റോഗ്രഫിയും വരും സ്കോറുകളൊക്കെ തന്നെ ഗംഭീരമായിട്ട് വിരിച്ച് കൊടുത്തിട്ടുണ്ട്. കൊടുക്കേണ്ട സ്ഥലത്തെല്ലാം നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ മൊത്തത്തിൽ ടിമോത്തി ഷാലമയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ഉള്ളൊരു പടം കൂടിയാണ്. ആൾ ഷോൾഡറിൽ തൂക്കിക്കൊണ്ടുപോയിട്ടുള്ളൊരു പടം എന്ന് പറയാം. കാരണം ഒരുപക്ഷെ എല്ലാ ഫ്രെയിമിലും മൂപ്പരുണ്ട്, എല്ലാ ഷോട്ടിലും മൂപ്പരുണ്ട്. മൂപ്പരില്ലാത്തൊരു ഫ്രെയിം പോലും എനിക്ക് ഈ പടത്തിൽ ഓർമ്മയില്ല. കാരണം ആ ഒരു ക്യാരക്ടർ അല്ലാതെ ഇപ്പോൾ വേറെ ക്യാരക്ടേഴ്സിലൂടെ കഥ പോകുന്ന സീക്വൻസുകൾ എവിടെയില്ല. ഈ മാർട്ടി എന്നൊരു ക്യാരക്ടർ നിറഞ്ഞു നിൽക്കുന്നൊരു പടമാണ്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇതൊരു A24 മൂവിയാണ്. അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പടം കൂടിയാണ്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു പടം കൂടിയാണ്. മറ്റൊരു നല്ല ക്വാളിറ്റി ഉള്ളൊരു A24 പടം എന്ന് കൂടി വേണമെങ്കിൽ പറയാം. കാരണം ഇവരുടെ ഞാൻ പറഞ്ഞു മടുത്തു. A24 പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ വെറുതെ നെറ്റിൽ A24 എന്ന് അടിച്ചിട്ട് അവരുടെ പടങ്ങൾ എടുത്ത് നോക്കുക. എല്ലാം ഒന്നിനൊന്ന് വേറെ വേറെ പടങ്ങളായിരിക്കും. ഒരേപോലത്തെ പടങ്ങളേ ആയിരിക്കില്ല.
എല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ള യൂണീക്ക് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവരെടുക്കുക. നമ്മളധികം കണ്ടിട്ടില്ലാത്ത ഒരു വെറൈറ്റി അനുഭവം തരുന്ന ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ സാധനം തന്നെ സ്പോർട്സ് ഡ്രാമ എന്നുള്ളൊരു മോഡിൽ നമ്മൾ ഒരുപാട് പടങ്ങൾ കണ്ട് സാച്ചുറേറ്റ് ആയി കൊളായിട്ട് നിൽക്കുന്ന ഒരു കാറ്റഗറിയാണിത്. അതിലെന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം, എന്തൊക്കെ പുതുമ കൊണ്ടുവരാം എന്ന് പറഞ്ഞ രീതിയിലുള്ളൊരു പടമാണിത്. സോ സ്ഥിരം സ്പോർട്സ് ഡ്രാമ കണ്ട് മടുത്തിരിക്കുന്നവരാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ടേക്ക് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ഈ മാർട്ടി സുപ്രീം എന്ന് പറഞ്ഞ പടം എന്തായാലും ഓസ്കാറിൽ മിന്നുന്നൊരു പടം കൂടിയായിരിക്കും. സോ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഈ സിനിമ ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുണ്ട്. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.